ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കരിക്കും ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. ഇപ്പോൾ രാവിലെ തന്നെ തൊടയിലെത്തി 4-5 കരിക്കൊക്കെ ഇട്ട് ഒരു 2-3 വാഴക്കൊലൊക്കെ കിട്ടി. ഇപ്പോൾ ഏതായാലും ഒറിജിനൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. നാടൻ തെങ്ങിൻ്റെ കരിക്ക, ഒരു മായമില്ലാത്ത. പിന്നെ ഈ കരിക്കും ജ്യൂസ് ഉണ്ടാക്കി ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കരിക്കും ജ്യൂസാണ്. എല്ലാ ക്ഷീണവും മാറിക്കോളും. ഇന്നിപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ട കരിക്ക് പറിക്കാൻ. ഏതായാലും തെങ്ങുമ്മ കയറി താഴത്താക്കിക്ക്. ഒറ്റ തെങ്ങുമ്മലേ കയറിയുള്ളൂ, ഭയങ്കര ക്ഷീണമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇപ്പോൾ കരിക്കിടാൻ വേണ്ടി വന്നത്. ഏകദേശം മലപ്പുറത്ത് നിന്ന് താമരശ്ശേരി എത്തി. താമരശ്ശേരിയാണ് ഇപ്പോൾ കരിക്കിടാൻ വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ ഇപ്പോൾ സ്ഥിതി. 40 കിലോമീറ്റർ തന്നെ രാവിലെ സുബേഷ് കഴിക്കാൻ ഓടി പോകുന്ന. ഏതായാലും പോകുന്നൊരു കാര്യമാണ്. 2-3 കൊലയും കിട്ടി. 4-5 കരിക്കൂട്ട് എങ്ങനെ അവിടെ പോകണം. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലെത്താം. ഏതായാലും കരിക്കെടുത്ത് കരിക്ക് ചെത്തി 4 കരിക്ക് ചെത്തി. ഒരു കരിക്കാണ് പൊട്ടിപ്പോയി. ആ പൊട്ടിയ കരിക്കിനെ പൊട്ടിച്ചിട്ട് കുപ്പിയിലാക്കണം. ഇപ്പോൾ കുടിക്കാൻ പറ്റില്ല, നോമ്പല്ലേ, നോമ്പ് പറ്റില്ല. അതിനെക്കൊണ്ടിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല ഇപ്പോൾ ഒരു 3-4 കരിക്ക് ഞാൻ തന്നെ കുടിക്കാനും. ഇതൊന്നും കുടിക്കാൻ പറ്റില്ല, ഒക്കെ ചെത്തി റെഡിയാക്കി വെച്ചാണ്. മറ്റവനെ വെട്ടിയിട്ട് ആ വെള്ളം എടുത്തൊരു ബോട്ടിലാക്കിയിട്ട് വെള്ളവും കാമ്പെല്ലാം കൂടി ബോട്ടിലേക്ക് ആക്കണം. എന്നിട്ട് നേരെ വിടണം. ഏതായാലും കിട്ടിയ കരിക്ക് നല്ല കരിക്കാണ്, വലിയ കരിക്കാണ്. 2 കരിക്കുണ്ടെങ്കിൽ 4 ആൾക്ക് ഉസാറായിട്ട് ജ്യൂസ് അടിക്കേണ്ട. അങ്ങനെ കരിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലെത്തിട്ടോ. പെട്ടെന്നാണ് വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് പോരുന്ന വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റില്ലല്ലോ, ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏതായാലും വീട്ടിലെത്തി. ഇപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള പദ്ധതിയില്ല. അപ്പോൾ കരിക്കൊക്കെ പൊട്ടിച്ച് ഇപ്പോൾ സ്പൂണെടുത്ത് ഞാൻ ഈ കരിക്ക് പിന്നെ കോരിയെടുക്കുകയാണ്. കരിക്കിൻ്റെ വെള്ളവും മാത്രമേ, പച്ചവെള്ളം വേറെ വെള്ളം ഇപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല. ഏകദേശം ഒരു കരിക്കിൽ 2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ 3 കരിക്കിൻ്റെ വെള്ളവും 3 കരിക്കിൻ്റെ കാമ്പ് 2 കരിക്കിന് കാമ്പ് കുറവാണ്. 1 ദിവസം കാമ്പുള്ള സൈസ് മൂപ്പുള്ള. അപ്പോൾ കാമ്പ് സ്പൂണോട് കോരിയെടുക്കണം ഏറ്റവും സുഖം. സ്പൂണോടായിട്ട് അധികം മൂത്തിയില്ലെങ്കിൽ സ്പൂണോട് കോരാനുള്ള സുഖം. കോരിയെടുത്ത് ഇത് ഈ മൊബൈൽ വീഡിയോ എടുക്കലും ജ്യൂസ് അടിക്കലും എല്ലാം കൂടി ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം മൊബൈലവിടെ വെച്ചതാണ്. അപ്പോൾ ചെറിയോനെ ഇവനിങ്ങനെ കളിക്കുന്നുണ്ട്. ഓനെ സമാലാക്കാനാണ് പ്രശ്നം. ചെയ്യുന്നത് ആ ജ്യൂസ് അടിക്കുമ്പോൾ ശരിക്കാണ് പണി പാളിക്കുക. അതാണ് വലിയത്. അപ്പോൾ ഇതിപ്പോൾ ബോട്ടിലാക്കി കൊണ്ടുവന്നതാണ്. ഒരു ഇളഞ്ഞ ജ്യൂസ് വെള്ളവും അതിൻ്റെ കാമ്പ് പോലെ. വെള്ളം തിരയല്ല, കളഞ്ഞ വെള്ളം കളഞ്ഞ് മാത്രം. ഏതൊരു ഗ്ലാസ് അങ്ങോട്ട് കുളിച്ചാൽ നോമ്പുറക്കുകയും എന്താണ് അതിൻ്റെ എല്ലാ ക്ഷീണവും മാറിപ്പോവും. ഒറിജിനൽ രാസവളം പോലും ഉപയോഗിക്കാതെ നാടൻ തെങ്ങുമെന്നുള്ള കരിക്കാണ്. ശരിക്കും പഞ്ചസാര ഇടാൻ പാടില്ല. പക്ഷേ പഞ്ചസാര ഇടാനിപ്പോൾ അത് കുടിക്കാൻ പറ്റുമോ? കുറച്ച് പഞ്ചസാര ഉപയോഗിക്കണം. പഞ്ചസാര ഇടാണ്ട് കുടിക്കുകയാണ് ഏറ്റവും ഉത്തമം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു വിഷം തന്നെയാണ്. എങ്കിലും ലേശം മധുരം ഉണ്ടെങ്കിൽ ഇത് കുടിക്കാനും കഴിയില്ല. ഏതായാലും കുറച്ച് പഞ്ചസാര അതിൽ ചെറിയൊരു മധുരത്തിന് പഞ്ചസാര ഇടുകയാണ്. വേറെ ഒന്നും ഉപയോഗിക്കില്ല, വെറും അതിന് മാത്രം. അതാണ് അതിൻ്റെ. ഏതായാലും കുറേ ഓടി വന്നിങ്ങനെ ആദ്യം ക്ഷീണത്തിലാണ്. ഇനിയിപ്പോൾ അതിനെല്ലാം ജ്യൂസെല്ലാം കൂടി അടിച്ചെടുക്കണം. പഞ്ചസാര കുറച്ചിട്ട് 2-3 സ്പൂണ് മാത്രം ഇട്ടിക്കണം.
ഏതായാലും ജ്യൂസാണ് അടിക്കുക. ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ്. ഏതായാലും അടിച്ചു നോക്കാം. ആ കണ്ടതാണ് അത് പണി പാളിയത്. അത് മുകളിലുള്ള ആ ചെറിയ മൂടി ഊരി തെറിച്ച് ആകെ ഒന്നായിട്ട് പഞ്ചസാരയും എല്ലാം കൂടി മേലൊക്കെ ആകായി. ജ്യൂസടി ചെറിയവനൊക്കെ പേടിച്ച് ഓടിച്ച് ഞാൻ വിചാരിച്ചത് പൊട്ടിത്തെറിച്ചാണ്. കാരണം ആ മോൾ ഭാഗത്ത് പിടിച്ചിട്ടില്ല, അതിൻ്റെ ആ പെടലിലാണ് പിടിച്ചത്. അപ്പം മുകളിലത്തെ ആ ചെറിയ മൂടി അങ്ങോട്ട് തെറിച്ചതാണ് ഊരിയിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് എടുത്ത് മൂപ്പര്. ഏതായാലും അത് പെട്ടെന്ന് ഓഫാക്കിയും കൊണ്ട് വല്ലാണ്ട് പോയില്ല. കുറച്ചൊക്കെ ഒരു കാൽഭാഗമൊക്കെ പുറത്തേക്കാണ് പോയിട്ട്. രണ്ടാമതൊന്നും കൂടി കറക്കിയെടുക്കുകയാണ്. ഞാൻ വിചാരിച്ച് കംപ്ലീറ്റ് പോയി, ആകെ പൊട്ടിത്തെറിച്ചു പോയി വിചാരിച്ചത്. എന്താണെന്നൊന്നും മനസ്സിലാണ്ടേ. ഇത് ഊരി ഇങ്ങനെ തെറിക്കുന്ന അതൊക്കെ ധാരണ ഉണ്ടോ? ഏതായാലും ഒക്കെ അടിച്ച് റെഡിയായി. കുഴപ്പമില്ല. 4 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും എന്തായാലും. ഞാൻ ഗ്ലാസ്സിൽ കൊയ്ക്കുകയാണ്. എന്താ സൂപ്പർ സാധനമല്ലേ. അതിനിപ്പോൾ കുടിച്ചാലേ സമയം ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇപ്പം ടേസ്റ്റ് നോക്കാനും പറ്റില്ല. ഏതായാലും ടേസ്റ്റ് സൂപ്പറാണെന്ന് മറ്റവനെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓനക്ക് കൊടുത്തിട്ട് ഓനെ കൊണ്ട് കുടിപ്പിച്ച് നോക്കണം. ഓൻ പറഞ്ഞാൽ മതി ടേസ്റ്റ്. ഓൻ തിരക്കാക്കുന്നുണ്ട്. കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നാല് ഗ്ലാസ് കറക്റ്റാണ്. അപ്പോൾ അധികമുള്ളതാണ് പുറത്തേക്ക് പോയത്. ഒരു ഗ്ലാസ് ഞങ്ങൾ 4 ആളേ ഉള്ളൂ. ചെറിയവനടക്കം 4 ആളാണ്. 4 ആൾക്ക് 4 ഗ്ലാസ് റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഓർഗാനിക് കരിക്കൻ ജ്യൂസ് നമ്മളെ സ്വന്തം നാടൻ തെങ്ങുമെന്ന് വളമിടാത്ത രാസവളം ഉപയോഗിക്കാത്ത തെങ്ങുമെന്നുള്ള കരിക്കാണ്. വേറെ മായങ്ങളൊന്നും ചേർത്തിയിട്ടില്ല. വെറും കരിക്കിൻ്റെ വെള്ളവും മാത്രം. കരിക്കിലെ വെള്ളവും കരിക്കിലെ കാമ്പും. അതിന് വെളിച്ചം വളരെ കുറവാണ്. വെളിച്ചം ഇരുടായതിനെ കൊണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് കുറവാണ്. അതാണ് ഒരു ക്ലിയർ കിട്ടാത്തത്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ കൊണ്ട് കുറഞ്ഞ സമയം കൂടിയുള്ളൂ. അപ്പോൾ നോമ്പ് തുറക്കാനായി. ഒക്കെ റെഡിയാക്കി ടേബിൾ മേലെത്തിക്ക്. വത്തക്ക, കുറച്ച് കക്കരി, അടിപൊളി ടേസ്റ്റ്, ഈത്തപ്പഴം, കരിക്കഞ്ഞി, ജ്യൂസ്, കത്തിരിയും ചിക്കൻ കറിയും. നാരങ്ങവെള്ളമുണ്ട്. നിർബന്ധമാണ് ക്ഷീണം മാറുന്നത്. പിന്നെ അതിൻ്റെ കരിക്കൂടിയായാലും ഇപ്പോൾ ക്ഷീണം മാറി.